Do you want a fresh breath and a very healthy mouth in just 30 seconds? Come, let's talk about mouthwashes. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാലോഡർ അഥവാ വായനാറ്റം കുറയ്ക്കാൻ മൗത്ത് വാഷസ് ഒരു പരിധിവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പല്ലിൽ പറ്റിയിരിക്കുന്ന അഴുക്ക് അഥവാ പ്ലാക്കിനെ തടയുന്നു. ഫ്ലൂറൈഡ് കണ്ടൻറ്റുള്ള മൗത്ത് വാഷസ് ഹെൽപ്സ് യു ടു പ്രിവെൻറ്റ് കേരീസ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് മോണരോഗം തടയാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മൗത്ത് വാഷ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം മൗത്ത് വാഷ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ബ്രഷ് ചെയ്തതിന് ശേഷം മൗത്ത് വാഷ് നമ്മൾ 20 ml ആണ് കറക്റ്റായിട്ട് ഉള്ള എമൗണ്ട് എടുക്കാറുള്ളത്. ഇൻ കേസ് ഓഫ് ഇഫ് യു ഹാവ് എനി ഇറിറ്റേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി, ബേണിംഗ് മൗത്ത് സെൻസേഷൻ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡൈല്യൂട്ട് ഇറ്റ് വിത്ത് വാട്ടർ ആൻഡ് ദെൻ യൂസ് ഇറ്റ്. അത് വായിലേക്ക് ഒഴിക്കുക. ഒരു 30 സെക്കൻഡ്സ് ടു 60 സെക്കൻഡ്സ് ഒന്ന് സ്വിഷ് ചെയ്ത് കൊടുക്കുക. ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗാർഗിൾ ഇറ്റ് ഓൾസോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സ്പിറ്റ് ഔട്ട് ചെയ്യുക. സ്പിറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മാത്രം വായ കഴുകുക. അത് കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റ്സിന് ശേഷം മാത്രം ഫുഡോ അല്ലെങ്കിൽ വാട്ടർ എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ ശ്രമിച്ചാൽ മതി. ക്ലോറെക്സിഡിൻ കണ്ടൻറ്റുള്ള മൗത്ത് വാഷസ് 5 ഡേയ്സിന് കൂടുതൽ യൂസ് ചെയ്യുകയാണെങ്കിൽ പല്ലിന് യെല്ലോയിഷ് സ്റ്റെയിൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ യൂസ് ഇറ്റ് ആസ് പെർ യുവർ ഡെൻറ്റിസ്റ്റ് ഇൻസ്ട്രക്ഷൻസ്.